അലങ്കാര മത്സ്യകൃഷി ഏറ്റവും ആദായകരമായ ഒരു കാർഷിക സംരംഭമാണ്. കഴിഞ്ഞ 12 വർഷമായി അലങ്കാര മത്സ്യകൃഷിയോടൊപ്പം ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങളെയും ഉൽപ്പാദിപ്പിച്ച് ആദായം നേടുന്ന വൈക്കം തലയാഴത്ത് ശ്രീ ജി ബാബുവിൻ്റെ കൃഷിയനുഭവത്തിലേക്ക് കടന്നു ചെല്ലാം. പ്രകൃതിയുടെ ജീവസൗന്ദര്യങ്ങളിൽ ഒന്നായ മത്സ്യങ്ങൾ മനുഷ്യജീവിതത്തിലും പരമപ്രധാനമാണ്. മലയാളിയുടെ ഭക്ഷ്യവിഭവങ്ങളിൽ ഇന്ന് മത്സ്യത്തിൻ്റെ സ്ഥാനവും മുൻപിൽ തന്നെ. കടൽ, കായൽ, പുഴ മത്സ്യങ്ങളെന്ന് ഭേദമില്ലാതെ ഒരു വർഷം 19 കിലോഗ്രാം മത്സ്യം ഒരാൾ തൻ്റെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നാണ് കണക്ക്. ഭക്ഷ്യമത്സ്യങ്ങളോടൊപ്പം തന്നെ നീരൊഴുക്കിലെ വർണ്ണമനോഹാരിതയാർന്ന അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്നതിനോടുള്ള ആഭിമുഖ്യം 3 ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തുടലെടുത്തു എന്ന് ചരിത്രം പറയുന്നു. ഒരു കൗതുകമെന്നോണം 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലും തുടക്കമിട്ട ഈ വർണ്ണമത്സ്യ കമ്പം ഏറെ പ്രചാരത്തിലായതോടെ അലങ്കാര മത്സ്യകൃഷി ആദായമേകുന്ന ഒരു തൊഴിൽ സംരംഭം എന്ന നിലയിലേക്ക് മാറുകയായിരുന്നു. ഈ മാറ്റത്തിൻ്റെ സജീവ സുന്ദരമായൊരു നേർക്കാഴ്ചയാണ് കോട്ടയം ജില്ലയിലെ വൈക്കം തലയാഴത്തെ ജി ബാബുവിൻ്റെ മുറ്റത്തും തൊടിയിലുമൊക്കെ കാണാൻ കഴിയുന്നത്. വയലും കരയുമൊക്കെ നിറഞ്ഞ നീർത്തട പ്രദേശമായ തൻ്റെ കൃഷിഭൂമിയിൽ പല കൃഷികളും പരീക്ഷിച്ചെങ്കിലും അവയൊന്നും ഫലപ്രദമാകാതെ വരവേ 12 വർഷങ്ങൾക്കപ്പുറത്ത് യാദൃച്ഛികമായി ബാബു മത്സ്യകൃഷിയിലേക്ക് എത്തപ്പെടുകയായിരുന്നു. ഇതിൻ്റെ പിന്നിൽ കോട്ടയം കുമരകത്ത് പ്രവർത്തിച്ചു പോരുന്ന പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെയും കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെയും സന്നദ്ധ സഹായ സഹകരണവും ഉണ്ടായിരുന്നു. ഇന്ന് 60 ആണ്ടിൻ്റെ പ്രായം പിന്നിടുമ്പോഴും അലങ്കാര മത്സ്യകൃഷിയിലൂടെയും ഭക്ഷ്യമത്സ്യകൃഷിയിലൂടെയും ലഭിക്കുന്ന മികച്ച ആദായം ഈ മത്സ്യ കർഷകന്റെ ജീവിത സുരക്ഷയുടെ നാഡീബലമായി തന്നെ നിലനിൽക്കുന്നു. ചേട്ടാ, ഇത് ഇപ്പം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇതിപ്പം 12ാമത്തെ വർഷമാണ്. ഓക്കെ. ഇവിടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ചില ഇനങ്ങളുടെ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. പിന്നെ ചില ഇനങ്ങളുടെയൊക്കെ സീഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡ്യൂസ്ഡ് ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ കൃത്രിമ പ്രജനനം നടത്തി വരുന്ന മീനുകളാണ്. അത് നമുക്കിവിടെ ഹാച്ചറിയും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ആന്ധ്രയിൽ നിന്നും കോൾക്കട്ടയിൽ നിന്നൊക്കെ വരുന്ന സീഡുകളാണ് ഞങ്ങളിവിടെ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു കൃഷി രീതിയിലേക്ക് വരാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ കാരണം അതെങ്ങനെയാണ്? അത് എനിക്കിപ്പോൾ ഏതാണ്ട് 60 വയസ്സായി. ഈ 60 വയസ്സിനുള്ളിൽ പല കൃഷികൾ ചെയ്തിട്ട് പരാജയപ്പെട്ട ആളാണ്. അതൊന്നും എനിക്ക് ഒരു സഫീഷ്യൻ്റായിട്ട് തോന്നിയില്ല. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഏതെങ്കിലും ജീവിക്കാനൊരു മാർഗത്തിന് വേണ്ടിയിട്ട് ഒരു കൃഷി അവലംബിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ 12 വർഷം മുമ്പ് കുമരകം RARSും KVK ആയിട്ട് ബന്ധപ്പെട്ടു. കാരണം അവിടെയാണ് എൻ്റെ മീൻ കൃഷിയുടെ തുടക്കം. അവിടെ അന്ന് ഞാൻ അലങ്കാര മത്സ്യകൃഷിക്ക് ഒരു ക്ലാസ് ഉള്ളതായിട്ട് മനോരമ പേപ്പറിൽ ഞാൻ കണ്ടു. അന്ന് തന്നെ പോയി രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ആൾ ഞാനാണ്. ആദ്യത്തെ ക്ലാസ്സിലും ഉണ്ടായിരുന്ന ആളാണ്. അന്ന് ആദ്യമായിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. ആ ക്ലാസ് തുടങ്ങിയിട്ട് ഞാനത് മുറുകെ പിടിച്ചു. പിന്നെ ആ സ്ഥാപനത്തിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊരു നല്ല ബന്ധം ആദ്യം സ്ഥാപിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ബാബു എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളൊരു ധാരണ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായി. അതോടനുസരിച്ച് അവരുടെ ആ ഒരു പ്രൊമോഷൻ എനിക്ക് തന്നു. അതാണ് ഇപ്പം എന്നെ ഈ രീതിയിലേക്ക് എത്തിച്ചതിൽ പ്രധാന കണ്ണിയത്. സ്വദേശികളും വിദേശികളുമായ അലങ്കാര മത്സ്യങ്ങളുടെ ഒരു കാഴ്ച ബംഗ്ലാവ് തന്നെയാണ് ജി ബാബുവിൻ്റെ കാർത്തിക എന്ന ഭവനം. ചൈനീസ് വംശപാരമ്പര്യം പേർന്ന ഭാഗ്യമത്സ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അരോണ, സസ്യഭോജിയായ വൈറ്റ് ഗെയിൻ, വലിപ്പമേറെ വയ്ക്കുന്ന മലേഷ്യൻ മത്സ്യമായ അലിഗേറ്റഡ് ഗർ, ഡെവിൾ ഫിഷ്, ഷാർക്ക് ഫിഷ്, ഏഞ്ചൽ, നമ്മുടെ സ്വന്തം കരിമീൻ തുടങ്ങിയവ ബാബുവിൻ്റെ അതിവിശാലമായ അക്വേറിയത്തിലെ സ്ഫടികക്കൂട്ടിൽ അലസം നീന്തുന്നു. മുറ്റത്ത് നിരയിട്ട കോൺക്രീറ്റ് ടാങ്കുകളിൽ അലങ്കാര മത്സ്യക്കുഞ്ഞുങ്ങളും ഭക്ഷ്യമത്സ്യക്കുഞ്ഞുങ്ങളും തികച്ചും സുരക്ഷിതരായി തന്നെ വളരുന്നു. വർണ്ണച്ചിറകുകൾ വിടർത്തി വീശി നീന്തുന്ന മീനുകളുടെ ജലസൗന്ദര്യം ഇവിടെ നാം അടുത്തറിയുമ്പോൾ 5 രൂപ മുതൽ 10,000 വരെ നീളുന്ന കമ്പോള വിലയാണ് ഇവയ്ക്കുള്ളതെന്നും അറിയേണ്ടതുണ്ട്.
ഇപ്പോൾ എന്തൊക്കെ സൈസ് ബ്രീഡാണെന്ന് ചേട്ടായുടെ കയ്യിലുള്ളത്? ഇപ്പോഴേ ഉള്ളതെന്ന് പറഞ്ഞാൽ ഓർണമെൻ്റൽ ഫിഷിൻ്റെ ഉണ്ട്, എഡിബിൾ ഫിഷിൻ്റെ ഉണ്ട്. അതിൽ ഓർണമെൻ്റൽ ഫിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏഞ്ചൽ ഫിഷ്, ഗോൾഡ് ഫിഷ്, കാർപ്പ്, വൈറ്റ് മോളി, ബ്ലാക്ക് മോളി, ഓറഞ്ച് മോളി, സോഡ്, പ്ലാറ്റി, ഗപ്പീസ്, ഇങ്ങനെയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന മീനുകളാണ്. അതൊക്കെ നമുക്ക് ഒരു സാധാരണക്കാരന് വലിയ റിസ്ക് ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഇനങ്ങളുമാണ്, നല്ല ലാഭം ഉണ്ടാക്കുന്ന ഇനങ്ങളുമാണ്. അതേസമയം തീറ്റ മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊന്നും വേണ്ട, നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്ക് അവനവൻ്റെ വീട്ടിൽ ആവശ്യമുള്ള മത്സ്യം ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിഷവിമുക്തമായ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ലോകം ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി ഉണ്ടാക്കാം, മീനുണ്ടാക്കാം, പാലുണ്ടാക്കാം, മുട്ടയുണ്ടാക്കാം, ഇറച്ചി ഉണ്ടാക്കാം. ഈ ബ്രീഡൊക്കെ എവിടെ നിന്നാണ്? ഇതിപ്പോൾ ഈ 12 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ ഫീൽഡിൽ ഒത്തിരി കണക്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ നല്ല സ്റ്റേറ്റിന് വെളിയിലാണെങ്കിലും ഒക്കെ ഒത്തിരി ബന്ധങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം ഏതെല്ലാം ഒരു പുതിയ വെറൈറ്റി മീൻ വന്നാലും അന്നു തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെടും. അപ്പോൾ അത് നമ്മൾ ഓർഡർ കൊടുക്കും, അത് കൊണ്ടുവരും, അത് ഇവിടെ അതിൻ്റെ രീതി ചെയ്ത് നോക്കും. പിന്നെ അത് ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ ബൾക്കായിട്ട് എടുത്തിട്ട് പലർക്കായിട്ട് സപ്ലൈ ചെയ്യും. മീൻ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ആൽഗെ കലർന്ന ജലമാണ് ടാങ്കുകളിൽ നിറയ്ക്കുക. ഭക്ഷ്യമീനുകളുടെയും അലങ്കാര മീനുകളുടെയും സംരക്ഷണത്തിനും പ്രജനനത്തിനുമായി 1.25 ഏക്കറോളം വരുന്ന തൻ്റെ പുരയിടത്തിൽ 12 കുളങ്ങളാണ് ബാബു ഒരുക്കിയിട്ടുള്ളത്. 2 വിഭാഗം മീനുകൾക്ക് പ്രത്യേകം കുളങ്ങളാണുള്ളതെങ്കിലും പുരയിടത്തിലെ തോടുകളിൽ ഇവയെ ഇടകലർത്തിയും വളർത്തുന്നു. ഭക്ഷ്യമത്സ്യങ്ങളുടെയും അലങ്കാര മത്സ്യങ്ങളുടെയും ഒന്നിച്ചുള്ള പരിപാലനം എങ്ങനെയെന്ന് സന്ദർശകരെ ബോധ്യപ്പെടുത്തുകയാണ് ഇതിലൂടെ ബാബു ലക്ഷ്യമിടുന്നത്. ഓരോ മത്സ്യങ്ങളുടെയും പ്രജനനകാലം കണക്കാക്കി മത്സ്യക്കുഞ്ഞുങ്ങളെ കുളങ്ങളിൽ നിന്നും ശേഖരിച്ച് ടാങ്കുകളിലേക്ക് മാറ്റുന്നു. കരിമീൻ, കട്ല, രോഹു, കാർപ്പ് തുടങ്ങിയ ഭക്ഷ്യമത്സ്യങ്ങളുടെ വളർച്ച കണ്ടറിഞ്ഞ് ആവശ്യക്കാർക്കായി കുളങ്ങളിൽ നിന്ന് വല വീശിപ്പിടിച്ച് നൽകുകയും ചെയ്യുന്നു. ഈ നാച്ചുറൽ പോണ്ടുകൾ എന്ന് പറഞ്ഞാൽ അത് ഓരോരോ തോടുകളായിട്ട് തിരിച്ചിട്ട് അതിനകത്ത് ഓരോരോ വെറൈറ്റീനായിട്ട് വളർത്തുന്ന രീതിയുണ്ട്. പിന്നെ ജനറലായിട്ടൊരു വലിയ തോടുണ്ട്, അതിനകത്ത് ഈ ആൾക്കാർക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതായത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. എന്ന് പറയാൽ കട്ല, രോഹു, ഗ്രാസ്, റെഡ് ബെല്ലി, പങ്കേഴ്സിന്, അതിലോട്ടേക്ക് കരിമീൻ, മഞ്ഞക്കൂരി, കാരി വരെ ഇട്ട് വളർത്തുന്നുണ്ട്. ചകിരിയും ചെളിയും ചേർത്തുറപ്പിച്ചിരിക്കുന്ന കുളങ്ങളുടെ അതിരുകളിൽ രാമച്ചം നട്ടു വളർത്തിയിരിക്കുന്നതിനാൽ പാർശ്വങ്ങൾ ഇടിയാതിരിക്കുകയും ചെയ്യുന്നു. കുളങ്ങളിലും തോടുകളിലും നിറഞ്ഞു കിടക്കുന്ന പിസ്റ്റിയ, അസോള എന്നീ പായലുകൾ മീനുകൾക്കുള്ള തീറ്റയായും ജലശുദ്ധീകരണത്തിനും പ്രയോജനപ്പെടുന്നു. ഇന്ന് കേരളത്തിൽ അലങ്കാര മത്സ്യങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. കുടുംബിനികൾ മുതൽ വിദ്യാർത്ഥികൾ വരെയുള്ള പല വിഭാഗത്തിലുള്ള ആളുകൾക്ക് വരെ ചെയ്യാവുന്ന ഒരു കൃഷിരീതിയാണ് അലങ്കാര മത്സ്യങ്ങളുടെ വളർത്തലും വിപണനവും. പലരും ഈ രംഗത്തേക്ക് ഇന്ന് കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ വിപണന സാധ്യതയുടെ ബുദ്ധിമുട്ടുകൾ കാരണം ചിലരെങ്കിലും ഈ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. ഈ ഒരു അവസരത്തിലാണ് കുമരകത്ത് ശ്രീ ബാബു ഈ അലങ്കാര മത്സ്യങ്ങളുടെ ഉൽപ്പാദനത്തിലും അതിൻ്റെ വിപണനത്തിലും അതിൻ്റെ പ്രദർശനത്തിലും ഏറെ വിജയം കൈവരിച്ചിരിക്കുന്നത്. സാധാരണ പലരും ചെയ്യുന്നത് അലങ്കാര മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, അത് വിൽക്കുക, അവരതോടുകൂടി ആ രംഗത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. എന്നാൽ ശ്രീ ബാബുവിൻ്റെ പ്രത്യേകത, അദ്ദേഹം അലങ്കാര മത്സ്യങ്ങളുടെ വിവിധങ്ങളായ ടാങ്കുകൾ തയ്യാറാക്കുകയും അവയെ പ്രദർശിപ്പിക്കുകയും കുമരകം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആലപ്പുഴയിൽ എത്തുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും അത് പ്രദർശിപ്പിക്കുന്നത് വഴി ഒരു അധിക വരുമാനം കൂടി അദ്ദേഹം നേടിയെടുക്കുന്നുണ്ട്. ചില അലങ്കാര മത്സ്യങ്ങൾ മുട്ടയിടുന്നവയാണ്, മറ്റു ചിലവ പ്രസവിക്കുന്നവയാണ്. ഇത്തരത്തിലുള്ള അതിൻ്റെ സാങ്കേതിക വിദ്യകൾ, എങ്ങനെ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്നുള്ള വിവിധങ്ങളായ രീതികൾ ശ്രീ ബാബു ഇവിടെ കുമരകം ഗവേഷണ കേന്ദ്രത്തിലെ നിരവധി ട്രെയിനിങ്ങുകളിൽ പങ്കെടുത്ത് മനസ്സിലാക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയുമാണ് ഉണ്ടായത്. അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി നടത്തപ്പെടുന്ന ട്രെയിനിങ്ങുകളിൽ ശ്രീ ബാബു ചേട്ടൻ പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രായം ശരിക്ക് ഒരു യുവാവെന്നതിൽ കവിഞ്ഞ് അധികം പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു. 2 ദിവസം നീണ്ടുനിന്ന ആ ട്രെയിനിങ്ങിൽ അദ്ദേഹം ക്ലാസ് എടുത്തവരോട് നിരന്തര സംശയങ്ങൾ ചോദിച്ച് ആണ് ക്ലാസ് അവസാനിച്ച് പോയത്.
കമ്പോളത്തിൽ ലഭ്യമാകുന്ന ഇക്കോണമി ഫിഷ് ഫുഡ് എന്ന മീൻ തീറ്റ മത്സ്യങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിലും പോഷകപ്രദമായ ഒരു മീൻ തീറ്റ ബാബു തന്നെ വികസിപ്പിച്ചെടുക്കുകയുണ്ടായി. നമുക്ക് നല്ല ഗുണമേന്മയുള്ള ഫുഡ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഒരല്പം മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് 1 കിലോ ഒരു തീനുണ്ടാക്കുന്നതിന് നമുക്കൊരു 200 ഗ്രാം അരിയുടെ തവിട്, ഒരു 200 ഗ്രാം കപ്പ വെള്ളക്കപ്പയുടെ പൊടി, ഒരു 200 ഗ്രാം കടലപ്പിണ്ണാക്ക്, അപ്പോൾ 600 ഗ്രാമായി. പിന്നെ ഒരു 400 ഗ്രാം മീൻപൊടി വേണം. മീൻപൊടി എന്ന് പറയുമ്പം ഈ പച്ചക്കക്കറച്ചി 1 കിലോ മേടിച്ചിട്ട് ഉണക്കിയാൽ 400 ഗ്രാം ഉണങ്ങിയ കക്കറച്ചി കിട്ടും. അത് മിക്സിയിലിട്ട് നല്ലപോലെ അങ്ങ് പൊടിച്ചാൽ പൊടി പോലെയാവും. അത് അപ്പം 6 4 10 1 കിലോ ആയി. പിന്നെ അതൊരു സെക്ഷൻ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഒരു 5 ബി കോംപ്ലക്സ് ക്യാപ്സ്യൂള്, ഒരു 5 മീനെണ്ണ ക്യാപ്സ്യൂള്, അഗ്രിമിൻ ഫോർട്ട് എന്ന് പറഞ്ഞ് എല്ലാം മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന സാധനങ്ങളാണ്, ലഭ്യമാണ്, വളരെ വില കുറവാണ്. അഗ്രിമിൻ ഫോർട്ട് ഒരു 10 ഗ്രാം അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ. പിന്നെ 2 കോഴിമുട്ട, പിന്നെ 1 കപ്പ് ക്യാരറ്റ് ജ്യൂസ്. ഇതിനൊന്നും പൈസ മുടക്കില്ല. 1 കപ്പ് ക്യാരറ്റ് ജ്യൂസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇപ്പം ആദ്യം പറഞ്ഞ 4 ഐറ്റവും കൂടെ നമ്മൾ പുട്ടിനെ നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ചിട്ട് അപ്പച്ചട്ടിയിൽ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ പച്ചപ്പൊക്കെ വീണു. അത് കഴിയുമ്പോഴത്തേക്ക് ബി കോംപ്ലക്സ് പൊട്ടിച്ചിട്ടു, മീനെണ്ണ ഗുളിക പൊട്ടിച്ചിട്ടു, അഗ്രിമിൻ ഫോർട്ട് ഇട്ടു, കോഴിമുട്ട ഉടച്ചൊഴിച്ചു, പിന്നെ കാറ്റ് ജ്യൂസ് ഒഴിച്ചു, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ ഒരു ബോളാക്കി നല്ലപോലെ മിക്സാകണം. ഇതെല്ലാം എല്ലായിടത്തും ചെന്നിരിക്കണം. എന്നിട്ട് അത് നമ്മൾ ഈ നൂലപ്പം ഉണ്ടാക്കുന്ന അച്ച് അതിനകത്ത് ഓരോ പിടിയെടുത്ത് വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നൂല് പോലെ ഇറങ്ങി വരും. അന്നേരം നമ്മൾ എടുത്ത് വെച്ചിട്ട് പപ്പടപടത്തിൽ ഈ ന്യൂസ് പേപ്പർ അടിക്കിട്ട് പെരയുടെ പൊക്കത്തിലോ അല്ലെങ്കിൽ വെയിലുള്ളടത്ത് വെച്ച് ഉണക്കി നല്ല ഡ്രൈ ആയിട്ട് ഉണക്കി കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് അങ്ങ് പൊടിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പില്ലറ്റായി. ചെറിയ പില്ലറ്റ് നമ്മൾ വാങ്ങിക്കുന്ന പില്ലറ്റ് പോലെ തന്നെ ഇരിക്കും. ഈ സ്റ്റാർട്ടറൊക്കെ മേടിച്ചാൽ അതുപോലെ ഇരിക്കും. എന്നിട്ട് അത് നമ്മൾ നല്ലപോലെ ഡ്രൈ ആയിട്ട് ഉണക്കിയിട്ട് ഒരു ടിന്നകത്താക്കി അടച്ചു വെച്ചാൽ എത്ര മാസം കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. അതിൻ്റെ ആവശ്യത്തിന് കൊടുക്കുക. അതൊരു നല്ല തീറ്റയാണ്. എല്ലാ കണ്ടൻസും അതിനകത്ത് ഉണ്ടാകും. സംസ്ഥാനത്തെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കുമരകത്തിന് സമീപമുള്ള ബാബുവിൻ്റെ മത്സ്യ വളർത്തൽ കേന്ദ്രം ഇന്ന് ഒരു ഫാം ടൂറിസത്തിൻ്റെ സാധ്യതകൾ തേടുകയാണ്. നിരവധി സഞ്ചാരികൾ, വിദ്യാർത്ഥികൾ, മത്സ്യസമ്പത്തിനെ അധികരിച്ച് ഗവേഷണം ചെയ്യുന്ന പഠിതാക്കൾ തുടങ്ങിയവർ ഇവിടെ സന്ദർശകരായി എത്തുന്നു. എന്തെങ്കിലും പബ്ലിസിറ്റി ഏതെങ്കിലും രീതിയിൽ ആൾക്കാർക്ക് കൊടുത്തിട്ടാണോ അതോ പറഞ്ഞു കേട്ടുള്ള അറിവ് കൊണ്ട് ആൾക്കാർ വന്നാണോ? എങ്ങനെയാണ് ഇവിടുത്തെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത്? ബിസിനസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കേട്ട് അല്ലെങ്കിൽ വന്നവരാണ് ഇവിടെ 99% വരുന്നത്. പിന്നെ അതുകൂടാതെ എടുക്കുമ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് കുറേ ചാനലുകളിൽ എൻ്റെ പ്രോഗ്രാം പോയിട്ടുണ്ട്. 5-6 ചാനലിൽ ഇങ്ങനെ പോയ കാരണം ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് മലേഷ്യ, സിംഗപ്പൂർ, തായ്ലാൻഡ്, അമേരിക്ക, ലണ്ടൻ, മസ്കറ്റ്, ദുബായ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ മലയാളി എവിടെയുണ്ടോ, മീൻ കൃഷി ഇഷ്ടപ്പെടുന്നവർ എവിടെയുണ്ടോ അവരെന്നെ വിളിക്കാറുമുണ്ട്. അവരുമായിട്ട് ആശയവിനിമയങ്ങൾ നടത്താറുണ്ട്. അവർ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ കാണാൻ വരും കുടുംബസമേതം. അലങ്കാര മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങാനെത്തുന്നവർക്ക് അവർക്ക് ആവശ്യമുള്ള ഇനങ്ങളെ നൽകുന്നതിനൊപ്പം അവയെ പരിപാലിക്കേണ്ട രീതികളും അവരെ ബാബു ബോധ്യപ്പെടുത്തുന്നു. അലങ്കാര മത്സ്യങ്ങൾക്കായി വ്യത്യസ്ത അളവുകളിലും രൂപത്തിലും തയ്യാറാക്കിയ അക്വേറിയങ്ങളും ഇവിടെ ആവശ്യക്കാർക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഒരു ഏകദേശ വരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ടില്ല. എങ്കിലും നമുക്ക് എൻ്റെ കണക്ക് ഇതാണ്. ഒരു ദിവസം നമുക്കൊരു പരമാവധി ശ്രമിച്ചാൽ ഒരു 5000 രൂപ വീഴും. ആ ഒരു റേഞ്ചിലേക്ക് ഇത് കൊണ്ടുപോകാൻ എത്തും. ഇപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞു പല റേഞ്ചിലുള്ള പല വിലയിലുള്ള മത്സ്യത്തിൻ്റെ ജോഡികളുണ്ടെന്ന്. അത് എത്ര തൊട്ട് എത്ര വരെ ഒരു ആവറേജ്? നിലവിലിപ്പോൾ ഇവിടെ കിടക്കുന്നത് 10000 രൂപ തൊട്ട് താഴോട്ട് ഒരു 5 രൂപ വരെയുള്ളതുണ്ട്. 5 രൂപ തൊട്ട് 10000 വരെയുള്ളത്. അത് ഓർണമെൻറ്റിലാണ് ഞാൻ ഉദ്ദേശിച്ചത്, എഡിബിളിലല്ല. എഡിബിളാകുമ്പോഴത്തേക്ക് ഒരു കിലോ 200 രൂപ, 150 രൂപ അങ്ങനെയുള്ള റേഞ്ചിലാണ് ഇവിടെ വിൽക്കുന്നത്. അത് പിടിച്ച ആവശ്യക്കാർക്ക് ഇടക്കിടക്ക്, അല്ല കണ്ടിന്യൂസ് മൊത്തം പിടിക്കുന്ന ഒരു രീതിയില്ല. കാരണം ഇപ്പോൾ ഒരാൾക്ക് വന്നൊരു 5-6 കിലോ മീൻ വേണം, അന്നേരം നമുക്ക് സൗകര്യമാണെങ്കിൽ അത് പിടിച്ച് കൊടുക്കും. പിന്നെ എപ്പം ചോദിച്ചാലും ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ നമ്മൾ തയ്യാറും. മത്സ്യകൃഷിക്കൊപ്പം വിദേശികളും സ്വദേശികളുമായ വിവിധ തരം ഓമന പക്ഷികളുടെയും താറാവുകളുടെയും മുട്ടക്കോഴികളുടെയും ഒരു ശേഖരം തന്നെ ബാബുവിനുണ്ട്.
മികച്ച ജില്ലാതല മത്സ്യ കർഷകനുള്ള കാർഷിക വകുപ്പിന്റെ പുരസ്കാരം ജി ബാബുവിന്റെ മത്സ്യകൃഷിക്കുള്ള ആദരവായി. തന്റെ മീൻ വളർത്തൽ കേന്ദ്രം സന്ദർശിക്കുന്നവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതും ഈ മത്സ്യ കർഷകന്റെ മറ്റൊരു ഹൃദയാനന്ദമായി മാറുന്നു. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഓർണമെൻ്റൽ ഫിഷിൻ്റെ ബ്രീഡിങ് ചെയ്യുന്നുണ്ട്. അതിൽ ഏഞ്ചലിനാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ബാബുച്ചേട്ടൻ്റെ അടുത്ത് നിന്നാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഫസ്റ്റ് സ്റ്റേജ് പഠിച്ചത്. ബാബുച്ചേട്ടൻ എൻ്റെ ഇവരെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു. ബാബുച്ചേട്ടൻ്റെ ഒരു ഫീച്ചർ ഒരു പ്രാവശ്യം ഒരു മാഗസിനിൽ വന്നിരുന്നു. അപ്പോൾ അതാണ് നമുക്കൊരു പ്രചോദനമായത്. അപ്പോൾ ഇവിടെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ ഇതൊന്ന് പയറ്റി കളയാമെന്ന് വിചാരിച്ചു. അപ്പം പല സൈസ് വളർത്തി നോക്കിയെങ്കിലും അവസാനം നമുക്ക് ഇഷ്ടപ്പെട്ടതും നമുക്ക് സൂട്ടബിൾ അവിടുത്തെ ഞങ്ങളുടെ വെള്ളത്തിൻ്റെ കാര്യങ്ങളെല്ലാം സൂട്ടബിളായി കിട്ടിയതും ഏഞ്ചലാണ്. ഇപ്പോൾ ഏഞ്ചൽ നല്ല രീതിയിൽ സാമാന്യം തിരക്കില്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നവർ കൊണ്ടുപോയി വളർത്തിയിട്ട് വിൽക്കുന്നവരുണ്ട്. അല്ലാണ്ട് ഞാൻ തന്നെ അവിടെ വളർത്തി വലുതാക്കി വിൽക്കുന്നുണ്ട്. ബ്രീഡിങ് പെയറിനായിട്ടും കൊടുക്കുന്നുണ്ട്. അല്ലാതെ അതായത് ബ്രീഡിംഗ് പെയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വെറൈറ്റി അനുസരിച്ചല്ലോ. ഇപ്പോൾ റെഡ് ഐ അല്ലെങ്കിൽ റിബൺ ടൈലൊക്കെ വരുമ്പോൾ ഒരു പെയർ വരുമ്പം 1000 രൂപ. മാർബിളിനൊക്കെ ഒരു പെയറിന് നമ്മൾ പെയറിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 400 രൂപ 500 രൂപ റേഞ്ചിലാണ് ഒരു ബ്രീഡിംഗ് പെയർ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഏഞ്ചലിനെ ഇപ്പം മതി എന്ന് പറഞ്ഞ് വന്നാൽ ചിലപ്പോൾ നമുക്ക് 40 രൂപയ്ക്ക് വരെ ഒരു ഏഞ്ചലിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് വെറൈറ്റിയും ക്വാളിറ്റിയും എല്ലാ സൈസും അനുസരിച്ചായിരിക്കും എൻ്റെ വില വെച്ചത്. മത്സ്യപരിപാലന തലത്തിൽ സ്വന്തം നിരീക്ഷണ പഠനങ്ങളേകിയ മാർഗം സ്വീകരിച്ച് ഏറെ വ്യത്യസ്തനാവുകയാണ് ജി ബാബു. ഒരു കാര്യം ഉറപ്പാണ്, കാരണം കൃഷി ഒരു നഷ്ടമല്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അതിന് ചില താല്പര്യങ്ങളുള്ളവരായിരിക്കണം. ആ രംഗത്ത് എന്തെങ്കിലും ഒരു താല്പര്യമുള്ളവർ മുന്നോട്ട് പോയാൽ അതിനകത്ത് യാതൊരു പരാജയം വരികയില്ല. പിന്നെ മത്സ്യകൃഷി കൊണ്ട് കേരളത്തിൽ 2-2.5 ലക്ഷം രൂപ മാസം ഉണ്ടാക്കുന്നവർ വരെ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അവൻ ചെയ്യുന്ന പോലെ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പോൾ അതിനുള്ള ഒരു ഇച്ഛാശക്തി നമ്മൾക്കൊരു ഏത് കാര്യങ്ങളിൽ ഇറങ്ങി തിരിച്ചിട്ട് ഇന്നലെ നാളെ ലാഭം കിട്ടില്ല ഉടനെ അത് വലിച്ചെറിഞ്ഞിട്ട് ഇതുവരെ പോകുന്നൊരു സ്ഥിതിയാണ്. അതിപ്പോഴത്തെ ട്രെൻഡാണോ എന്തോന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നമ്മളൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഈ കൃഷി വിജയിക്കുക, തർക്കമൊന്നുമില്ല. ഭക്ഷ്യ മത്സ്യങ്ങളാകട്ടെ അലങ്കാര മത്സ്യങ്ങളാകട്ടെ അവയോടുള്ള കൗതുകകരമായ താല്പര്യവും പരിരക്ഷിക്കാനുള്ള ആത്മാർത്ഥതയും അല്പം സാവകാശവുമുണ്ടെങ്കിൽ മറ്റേതൊരു കാർഷിക വൃത്തിയെയും പോലെ ആദായവും ആഹ്ലാദവും നൽകുന്ന ഒരു മേഖലയാണിതെന്ന് ജി ബാബു എന്ന ഈ കർഷകൻ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കാർഷിക രംഗത്തിന് അതേകുന്നത് വ്യതിരിക്തവും വിലപ്പെട്ടതുമായ ഒരു സന്ദേശം തന്നെ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കുളമ്പ് രോഗ നിർമ്മാർജ്ജന യജ്ഞം ഓഗസ്റ്റ് 1 മുതൽ. വാഴപ്പഴ തൊലിയിൽ നിന്നും അച്ചാറ്. റബ്ബർ നടീൽ രീതികളിൽ പരിശീലനം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ കാലികളെ കുളമ്പ് രോഗ വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന കുളമ്പ് രോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ 17ാം ഘട്ടം ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കും. ഓഗസ്റ്റ് 1 മുതൽ 27 വരെയാണ് കുത്തിവയ്പ് പരിപാടി. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് കാലികളെ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കുന്ന രീതിയാണ് ഇത്തവണ അവലംബിക്കുക. പശു, എരുമ, പോത്ത് എന്നീ വളർത്തുമൃഗങ്ങളെ കുത്തിവയ്പ്പിന് വിധേയമാക്കും. കാലി ഒന്നിന് 5 രൂപയാണ് ഫീസ്. ഇതിനായി 1920 സ്ക്വാഡുകൾ സംസ്ഥാനത്തുടനീളം രൂപീകരിച്ചിട്ടുണ്ട്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. കാറ്റുവീഴ്ച രോഗപ്രതിരോധവും അത്യുൽപാദന ശേഷിയുമുള്ള എലൈറ്റ് തെങ്ങിൻ തൈകൾ പാളയം സാഫല്യം കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം നഗരസഭാ കൃഷിഭവനിൽ വിതരണത്തിന് തയ്യാറായി. വിളിക്കേണ്ട നമ്പർ 0471 232 0942.
മണ്ണിൽ അലൂമിനിയം അയണുകൾ വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന പുളിരസം നിർവീര്യമാക്കാൻ കുമ്മായത്തിനു പകരം ഉപയോഗിക്കാവുന്ന ജിപ്സം വളം ഫാക്ട് പുറത്തിറക്കി. കൂടാതെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ഫാക്ട് ഓർഗാനിക് എന്ന ജൈവവളവും ഓർഗാനിക് പ്ലസ് എന്ന കോഴിവള അധിഷ്ഠിത ജൈവവളവും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ട്രിച്ചിയിലെ നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ബനാന വാഴപ്പഴത്തിൻ്റെ തൊലിയിൽ നിന്ന് രുചികരവും ഗുണമേന്മയുള്ളതുമായ അച്ചാർ ഉണ്ടാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. വാഴപ്പഴത്തൊലിയിലെ ഘടകങ്ങൾക്ക് മനസ്സംഘർഷം ലഘൂകരിക്കുന്ന സെറാട്ടോണിൻ എന്ന ഹോർമോണിൻ്റെ അളവ് കൂട്ടാനാവുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം: നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ബനാന, തൊങ്കമലൈ റോഡ്, തൈനൂർ PO, തിരുച്ചിറപ്പള്ളി 620102. ഫോൺ നമ്പർ 9442 553117. കർഷകർക്കായി ആത്മയുടെ കീഴിൽ കോൾ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പ്രാദേശിക കാർഷിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ കോൾ സെന്റർ മുഖേന ലഭിക്കും. വിളിക്കേണ്ട നമ്പർ 180042516661. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിലെ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 29, 30 തീയതികളിൽ ആട് വളർത്തലിൽ പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യേണ്ട ഫോൺ നമ്പർ 0479 245 7778. വർക്കല കൃഷിഭവന്റെ പരിധിയിൽ സൗജന്യ പച്ചക്കറി വികസന പദ്ധതി പ്രകാരം വനിതകൾക്ക് വിതരണം ചെയ്യാനുള്ള സൗജന്യ പച്ചക്കറി വിത്ത് വിതരണത്തിനെത്തി. വനിതാ കർഷകർ കരമടച്ച രസീതിന്റെ പകർപ്പ്, റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം കൃഷിഭവനിലെത്തി വിത്ത് കൈപ്പറ്റേണ്ടതാണ്. റബ്ബറിന്റെ പുതിയ നടീൽ രീതികൾ, പരിപാലനം എന്നിവയിൽ കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 30-ാം തീയതി പരിശീലനം സംഘടിപ്പിക്കുന്നു. 400 രൂപയാണ് ഫീസ്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 200 രൂപയും റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് 100 രൂപയും ഫീസ് ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0481 2351313. ഇമെയിൽ training@rubberboard.org.in. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 15,300 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 16,400, വെളിച്ചെണ്ണ തൃശ്ശൂർ 15,400, കൊപ്ര കൊച്ചി 10,600, കൊപ്ര കോഴിക്കോട് 11,000, കൊപ്ര തൃശ്ശൂർ 10,330, കുരുമുളക് അൺഗാർബിൾഡ് 72,000, കുരുമുളക് ഗാർബിൾഡ് 75,000, ചുക്ക് മീഡിയം 31,000, ചുക്ക് ബെസ്റ്റ് 32,500, മഞ്ഞൾ സേലം 7,000, മഞ്ഞൾ ഈറോഡ് 7,200, അടയ്ക്ക പുതിയത് 26,000-നും 27,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13,000, റബ്ബർ RSS 4 ഗ്രേഡ് 13,650, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13,100, റബ്ബർ RSS 4 ഗ്രേഡ് 13,700 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റ്. വെളിച്ചെണ്ണ 15,300 രൂപ, കൊപ്ര 10,600, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 72,000, കുരുമുളക് ഗാർബിൾഡ് 75,000, ചുക്ക് മീഡിയം 31,000, ചുക്ക് ബെസ്റ്റ് 32,500, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 26,000-നും 27,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225-നും 275-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 450-നും 475-നും മധ്യേ. ജാതിപത്രി 750-നും 900-നും മധ്യേ. ഗ്രാമ്പൂ 9,000-നും 1,025-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 13,000, റബ്ബർ RSS 4 ഗ്രേഡ് 13,650, ഒട്ടുപാൽ 8,700, ലാറ്റക്സ് 9,800 രൂപ. കമ്പോള അവലോകനം. വില ഉയർത്തുമെന്ന നിഗമനത്തിലാണ് കയറ്റുമതി സമൂഹം. പെരുന്നാൾ കഴിയുന്നതോടെ ആഗോള വിപണിയിൽ കുരുമുളക് ചൂടുപിടിക്കാനിടയുണ്ട്. കൊച്ചിയിൽ ഗാർബിൾഡ് മുളക് 75,000 രൂപയിലാണ്. പുലർച്ചെ അനുഭവപ്പെട്ട മഴ റബ്ബർ ടാപ്പിംഗ് തടസ്സപ്പെടുത്തിയിട്ടും 138 രൂപയിലാണ് 4-ാം ഗ്രേഡിന്റെ ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചത്. ഷീറ്റ് വില ഉയർത്താൻ വ്യവസായികൾ മടിഞ്ഞതിനൊപ്പം അവധി നിരക്കുകൾ താഴ്ന്നത് സ്റ്റോക്കിസ്റ്റുകളിൽ സമ്മർദ്ദമുളവാക്കി. അന്തർ സംസ്ഥാന വ്യാപാരികൾ ഏലക്കയിൽ താൽപ്പര്യം കാണിച്ചു. തേക്കടിയിൽ നടന്ന ലേലത്തിൽ കയറ്റുമതിക്ക് അനുയോജ്യമായ ഏലത്തിന് കിലോ 1,023 രൂപ ലഭിച്ചു. സീസണാണെങ്കിലും ഉൽപാദന മേഖലകളിൽ നിന്നുള്ള ചരക്ക് നീക്കം ഉയർന്നില്ല.
നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. കൊപ്രാക്ഷാമം കണക്കിലെടുത്ത് മില്ലുകാർ എണ്ണയ്ക്ക് ഉയർന്ന വില ആവശ്യപ്പെട്ടു. ചുക്ക്, മഞ്ഞൾ, ജാതിക്ക വിലകൾ സ്റ്റഡിയായി തുടർന്നു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.1, 24.9. കൊച്ചി 30.6, 25.6. ആലപ്പുഴ 30.6, 23.6. പുനലൂർ 30, 23. തിരുവനന്തപുരം കൂടിയ താപനില 30.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.